വെൽക്കം ടു സേറ. ഇന്ന് നമ്മൾ നോക്കുന്നത് ദ അപ്പാരന്റ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്ന ടോപ്പിക്കാണ്. എന്താണ് അപ്പാരന്റ് ഫോഴ്സ്? നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു ആക്സിലറേറ്റ് ചെയ്യുന്ന ഒരു ഫ്രെയിമിൽ നിന്ന് നോക്കുന്ന സമയത്ത് അവിടെ രണ്ട് തരത്തിലുള്ള ഫോഴ്സുകൾ അനുഭവപ്പെടും. ഒന്ന് ട്രൂ ഫോഴ്സും മറ്റൊന്ന് ഫിക്റ്റീഷ്യസ് ഫോഴ്സും. ഇത് രണ്ടും കൂടി ചേരുന്ന നേരത്ത് നമുക്ക് അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് അപ്പാരന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നോക്കുന്നത്. A small weight of mass hangs from a string in an automobile which accelerates at a rate a. What is the static angle of the string from the vertical and what is its tension? Analyze the problem both in an inertial frame and in an accelerating with the car. അതായത് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു കാറാണ്. ഒരു കാറിനകത്ത് ഒരു പെൻഡുലം കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു. അപ്പോൾ ഈ കാറ് ആക്സിലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരു കാറ് മുന്നോട്ട് ആക്സിലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു പെൻഡുലം കെട്ടിത്തൂക്കിയിട്ടുണ്ട്. ഈ പെൻഡുലം ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന സമയത്ത് ഇതായിരുന്നു ആദ്യം പെൻഡുലം ഉണ്ടായിരുന്നത്. റെസ്റ്റിലായിരിക്കുന്ന പെൻഡുലം ഇങ്ങനെയായിരുന്നു, ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലേ. പിന്നീട് എന്തായി? ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇനേർഷ്യ കാരണം പിറകോട്ട് പോകും, റെസ്റ്റിലേക്ക് പോകാൻ നോക്കും. ആദ്യം ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് തന്നെ പോകാൻ നോക്കും. അപ്പം എന്താണ്? ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവും. ഈ ആംഗിൾ സ്റ്റാറ്റിക് ആയിരിക്കും. അതായത് എപ്പോഴും ആ പെൻഡുലം ഇങ്ങനെയായിരിക്കും നിൽക്കുക. ഒരു യൂണിഫോം ആക്സിലറേഷനിൽ കാർ മുന്നോട്ട് പോകുന്നു. നമുക്ക് നോക്കുന്ന സമയത്ത് കാണുന്നത് എപ്പോഴും ഈ പെൻഡുലം എങ്ങനെയായിരിക്കും. അപ്പൊ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ആണ്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നതാണ്, എന്ത് കാണാനാണ് ചോദിച്ചത്? ഇതാ, വാട്ട് ഈസ് ദ സ്റ്റാറ്റിക് ആംഗിൾ? ആ സ്റ്റാറ്റിക് ആയി നിൽക്കുന്ന ആംഗിളിന്റെ വാല്യൂ അത് കാണും. രണ്ടാമത് എന്താ ചോദിച്ചിരിക്കുന്നത്? ദ സ്ട്രിങ് and what is its tension? ഈ സ്ട്രിങ് ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ സ്ട്രിങ്ങിലെ ടെൻഷൻ, ഈ ടെൻഷനും സ്റ്റാറ്റിക് ആംഗിളിന്റെ വാല്യൂ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുന്നത്, ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളെ കുറിച്ച് മനസ്സിലാക്കുകയാണ്. അപ്പൊ നമ്മൾ ആദ്യം രണ്ട് രീതിയിൽ നോക്കുകയാണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇനേർഷ്യൽ ഫ്രെയിമിലും അതേപോലെ നോൺ ഇനേർഷ്യൽ ഫ്രെയിമിലും കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഇനേർഷ്യൽ ഫ്രെയിം എന്ന് പറയുന്നത് നമ്മൾ ഗ്രൗണ്ട് നോക്കാം അല്ലെ. നോൺ ഇനേർഷ്യൽ എന്ന് പറയുന്ന നേരത്തോ കാറിന്റെ അകത്ത് നിന്ന് ഈ പെൻഡുലത്തിനെ നോക്കുകയാണ്. അപ്പൊ ആദ്യം ഞാൻ ഇനേർഷ്യൽ ഫ്രെയിമിൽ ഈ സ്റ്റാറ്റിക് ആംഗിളും ടെൻഷനും കാണാൻ പോവാണ്. ഇനേർഷ്യൽ ഫ്രെയിം പുറത്തുനിന്ന് നോക്കുന്നു. അപ്പൊ ഞാനിവിടെ ഈ ചിത്രത്തെ ഒന്നുകൂടി മാറ്റി വരയ്ക്കുകയാണ്. പെൻഡുലം ആദ്യം ഉണ്ടായിരുന്ന ഇക്വിലിബ്രിയം പൊസിഷൻ ഇതായിരുന്നു. പിന്നെ കാറ് ആക്സിലറേറ്റ് ചെയ്ത് തുടങ്ങിയ സമയത്ത് എവിടെ എത്തി? ഇപ്പോൾ എവിടെ എത്തി? ഇവിടെ ഉണ്ടായിരിക്കുന്ന ആംഗിൾ ആണ് ഇത്. ഇതാണ് നമ്മുടെ സ്റ്റാറ്റിക് ആംഗിൾ എന്ന് പറയുന്നത്. അത് കോൺസ്റ്റന്റ് ആയിട്ട് അവിടെ നിൽക്കും. പിന്നെ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിളും തീറ്റ തന്നെയായിരിക്കും. ഇനി ഈ സ്ട്രിങ്ങിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ആളാണ് ആര്? ടെൻഷൻ അലോങ് ദ സ്ട്രിങ് ടി എന്നെടുത്തു. ഓക്കെ. ഇനി ഇവിടെ വേറെ ആരൊക്കെയാ ഉള്ളത്? താഴോട്ട് ആരുണ്ടാവും? താഴോട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും, mg താഴോട്ടുണ്ടാവും. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി ഞാൻ നോക്കുന്നത് ഈ ടെൻഷനെ കമ്പോണന്റ് ആക്കി മാറ്റാൻ പോവാണ്. ഈ ചിത്രം ഒന്നുകൂടി ഞാൻ മാറ്റി വരയ്ക്കുന്നു. ഇതായിരുന്നു ടെൻഷൻ, ഈ ആംഗിൾ തീറ്റ. ഓക്കെ. അപ്പോൾ ഞാൻ ഈ ടെൻഷനെ രണ്ട് കമ്പോണന്റ് ആക്കാണ്. ഒന്നിതാ തീറ്റനോട് ക്ലോസ് ആയി നിൽക്കുന്ന ആൾ നമ്മൾ എന്താ പറയും? ടി കോസ് തീറ്റ, ഒരു കമ്പോണന്റ്. ഈ കമ്പോണന്റ് ടി സൈൻ തീറ്റ. പിന്നെ നോക്കാം, താഴോട്ട് വേറെ ആരുണ്ട്? താഴോട്ട് mg താഴോട്ടുണ്ട്. ഇനി നോക്കുക, കാർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഇനേർഷ്യൽ ഫ്രെയിമിലാണ് നോക്കുന്നത്. കാർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് എന്താണ് കാണുന്നത്? ഈ പെൻഡുലത്തിന്റെ ബോബ് പിറകോട്ട് പോകുന്നതാണ്. ആക്സിലറേഷൻ മുന്നോട്ടുണ്ട്, പക്ഷെ ഇനേർഷ്യ കാരണം പിറകോട്ട് പോകുന്നു. അപ്പോൾ ആ ഫോഴ്സ്
എം എ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുത്തെ ഫോഴ്സ് ഒന്ന് എഴുതാൻ പോവാണ്. ഫോഴ്സസ് ആക്ടിങ് ഓൺ ദി ബോബ്. ഏതൊക്കെ ഫോഴ്സുകളാണ് ഈ ബോബിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്നത്? ഒന്നാമത്തെ ഫോഴ്സ് എന്താണ്? ഒന്നാമത്തെ ഫോഴ്സ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി അത് എത്രയാണ്? എം ജി. രണ്ടാമത്തെ ഫോഴ്സ് ടെൻഷൻ. ടെൻഷൻ along the string. മൂന്നാമത്തെ ഫോഴ്സ് എന്താണ്? ഈ കാറിന്റെ ആക്സലറേഷൻ കാരണമുള്ള ഫോഴ്സ്. ദാറ്റ് ഈസ് എം എ ഫോഴ്സ്. ഓക്കെ, മൂന്ന് ഫോഴ്സുകളാണ്. ഇനി ഈ ചിത്രത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ടി സൈൻ തീറ്റ ഇവിടെ ഉണ്ട്, ഇവിടെ എം എ. അപ്പൊ എന്താ, രണ്ടും ക്യാൻസൽ ആയി പോവാണ് ചെയ്യുന്നത് അല്ലേ? പിന്നെ ഏതാ മുകളിലേക്ക് ആരുണ്ട്? മുകളിലേക്ക് ടി കോസ് തീറ്റ ഉണ്ട്, താഴോട്ട് ആരുണ്ട്? എം ജി ഉണ്ട്. അങ്ങനെ ഫോഴ്സുകളൊക്കെ തന്നെ ക്യാൻസൽ ആയി പോകുന്നു. അതുകൊണ്ടാണ് ഈ പെൻഡുലം നമ്മൾ നോക്കുന്ന സമയത്ത് സ്റ്റാറ്റിക് ആയി നിൽക്കുന്നത് നമുക്ക് കാണുന്നത്. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ടി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു, എങ്ങനെ എഴുതാം? ടി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു, ടി കോസ് തീറ്റ മുകളിലോട്ടാണ്, താഴോട്ടാരാണ്? എം ജി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ടി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു, ടി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എം ജി. ഇക്വേഷൻ 1 എന്ന് കൊടുത്തു ഞാൻ. ഇനി അടുത്തത് എം എ ഇസ് ഈക്വൽ ടു ടി സൈൻ തീറ്റ. സോ ടി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എം എ. ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. ഇനി ഇക്വേഷൻ 2 ഡിവൈഡ് ബൈ ഇക്വേഷൻ 1 എങ്ങനെ എഴുതാം? ടി സൈൻ തീറ്റ ഡിവൈഡ് ബൈ ടി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എം എ ആണ്, ക്യാപിറ്റൽ എം എ ആണ് നമ്മളെടുത്ത്, എം എ ഡിവൈഡ് ബൈ എം ജി. ഓക്കെ, ആര് ക്യാൻസൽ ആവും? ടി ടി ക്യാൻസൽ ആയി, എം എം ക്യാൻസൽ ആയി. ബാക്കി സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താണ്? ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു എ ബൈ ജി. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സ്റ്റാറ്റിക് ആംഗിൾ കാണാം, തീറ്റ കാണാം. അപ്പൊ തീറ്റ കാണാൻ എന്താ ചെയ്യേണ്ടത്? തീറ്റ ഇവിടെ നിർത്തിയാൽ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എ ബൈ ജി. തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എ ബൈ ജി. അപ്പൊ നമ്മൾ സ്റ്റാറ്റിക് ആംഗിൾ ആദ്യമായിട്ട് കണ്ടു. ഇനി അടുത്തത് കാണാൻ പോകുന്നത് ടെൻഷൻ ആണ്. ടെൻഷൻ കാണാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇക്വേഷൻ 1നെയും 2നെയും സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യാം. സ്ക്വയറിംഗ് and adding equation 1 and 2. അങ്ങനെ വരും ടി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ടി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു എം സ്ക്വയർ ജി സ്ക്വയർ പ്ലസ് എം സ്ക്വയർ എ സ്ക്വയർ. ക്ലിയർ? ഇനി ടി സ്ക്വയർ ഇവിടെ ഞാൻ പുറത്തേക്ക് എടുക്കുന്നു. ടി സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു, ഇവിടുന്ന് എം സ്ക്വയറിന് പുറത്തെടുക്കാം, എം സ്ക്വയർ ഇൻറ്റു ജി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഓക്കെ, ഇനി കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്താണ്? 1. സോ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു എം സ്ക്വയർ ജി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ദെൻ ടെൻഷൻ ടി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു റൂട്ട് എടുക്കുക, റൂട്ട് എം സ്ക്വയറിന് റൂട്ട് എം, എം ഇൻറ്റു റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ദിസ് ഈസ് ദ ടെൻഷൻ. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് എന്താണ്? ഒരു ഇനേർഷ്യൽ ഫ്രെയിം എന്നാണ്. നമ്മൾ പുറത്ത് നോക്കുന്ന നേരത്ത് ഇങ്ങനെയാണ് കാണുന്നത്. ഇനി കാറിന്റെ അകത്തിരിക്കുകയാണ്. നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൽ എന്താണ് സംഭവിക്കുന്നത്? ഇൻ നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഞാൻ ഒന്നുകൂടി ചിത്രം വരയ്ക്കുന്നു.
ഓക്കെ, ഇതായിരുന്നു തീറ്റ. തീറ്റയാകുമ്പോൾ ഇത് തീറ്റയാവും. നമ്മുടെ ബോബ് ഇവിടെ ഉണ്ട്. ഇതിന് മുകളിൽ താഴോട്ട് mg ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ഗ്രാവിറ്റി എപ്പോഴും താഴോട്ട്. ഇനി അടുത്ത ഫോഴ്സുകളാണ് ടെൻഷൻ. സ്ട്രിങ്ങിന്റെ മുകളിലുള്ള ടെൻഷൻ മാർക്ക് ചെയ്തു, ടെൻഷൻ. ഇനി വേറൊരു ഫോഴ്സ് ഇവിടെ ഉണ്ട്. ഇവിടെ ഏത് ഫോഴ്സാണ്? നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ നോൺ ഇനേഷ്യൽ ഫ്രെയിമിലാണ്. നോൺ ഇനേഷ്യൽ ഫ്രെയിമിൽ നിൽക്കുന്നിടത്ത് അവിടെ എന്ത് ഫോഴ്സാണ് ആക്ട് ചെയ്യുക? ഫിക്റ്റീഷ്യസ് ഫോഴ്സ്. അവിടെ കാറിന് അകത്തിരുന്ന് നോക്കുന്ന സമയത്ത് ഈ പെൻഡിലും പിറകോട്ട് വരുന്ന പോലെ തോന്നും. അതെന്താണ്? അതൊരു ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ആണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ആ ഫോഴ്സിന് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാൻ പോവാണ്. എഫ് ഫിക്റ്റീഷ്യസ്. ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് കമ്പോണന്റ് ആക്കി മാറ്റാം. ടെൻഷനെ കമ്പോണന്റ് ആക്കാം. എക്സ് ആക്സിലേക്കും വൈയിലേക്കും കമ്പോണന്റ് ആക്കി മാറ്റുന്നു. അപ്പൊ എങ്ങനെ എഴുതാം? ഇതെന്താണ്? ടി സൈൻ തീറ്റ. ഇതെന്താണ്? ടി കോസ് തീറ്റ. രണ്ട് കമ്പോണന്റ് ആക്കി നമ്മൾ മാറ്റി. ഇനി വീണ്ടും ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളൊന്ന് എഴുതി നോക്കാം. ഫോഴ്സസ് ആക്ടിങ് ഓൺ ദി ബോബ്. ഏതൊക്കെ ഫോഴ്സ് ആണ്? ഒന്നാമത്തെ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി തന്നെ. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. രണ്ട് ടെൻഷൻ along the string. മൂന്നാമത്തെ ആരാണ്? മൂന്നാമത്തെ ഇവിടെ ആക്ട് ചെയ്യുന്നത് ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ആണ്. ഫിക്റ്റീഷ്യസ് ഫോഴ്സ്. ഓക്കെ, ഇനി ഫിക്റ്റീഷ്യസ് ഫോഴ്സിന്റെ വാല്യൂ എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു എന്താണ്? ma ആണ്. ആ കാറിന്റെ ആക്സിലറേഷനും ഇൻറ്റു മാസ് ഓഫ് ദി ബോബ്. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ എന്താ ചെയ്യുന്നത്? ആദ്യം നമ്മൾ ഇതാ ഏതൊക്കെ ഫോഴ്സുകൾ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. എന്താ? ടി കോസ് തീറ്റ ഈക്വൽ ടു എം ജി. പിന്നെന്താ? എഫ് ഫിക്റ്റീഷ്യസ് ഈക്വൽ ടു ടി സൈൻ തീറ്റ. ഓക്കെ, സോ യെസ്, ടി കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എം ജി. അടുത്ത തരാം ടി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എഫ് ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എം എ. ഓക്കെ, ഇനി ഇത് ഇക്വേഷൻ 1 എന്ന് കൊടുത്തു, ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. റെഡി? ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു മാറ്റവും ഇല്ല. ഇക്വേഷൻ 2 ഡിവൈഡ് ബൈ ഇക്വേഷൻ 1 എന്ത് കിട്ടും? ടി സൈൻ തീറ്റ ബൈ ടി കോസ് തീറ്റ എത്രയാണ്? ടാൻ തീറ്റ എന്ന് കിട്ടും. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എം എ ബൈ എം ജി. മാസം മാസം ക്യാൻസൽ ആയി, എ ബൈ ജി. സോ തീറ്റാൻ്റെ വാല്യൂ എന്തായിരിക്കും? തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എ ബൈ ജി. അപ്പോൾ സ്റ്റാറ്റിക് ആംഗിൾ കിട്ടി. ഇനി അടുത്ത ആരാണ് നമുക്ക് കാണേണ്ടത്? അടുത്ത ടെൻഷൻ കാണാൻ പോകണം. നേരത്തെ ചെയ്ത പോലെ തന്നെ നേരത്തെ ചെയ്ത അതേ ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും കാണുന്നത് അല്ലേ? ടി കോസ് തീറ്റ ഈക്വൽ ടു എം ജി, ടി സൈൻ തീറ്റ ഈക്വൽ ടു എം എ. അപ്പോൾ ടെൻഷൻ കാണാൻ എന്താ ചെയ്യുന്നുണ്ട്? രണ്ട് ഇക്വേഷൻ സ്ക്വയർ ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്താ? വീണ്ടും അത് തന്നെയാണ് കിട്ടുന്നത്. ടി ഈക്വൽ ടു എം ഇൻറ്റു റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇത് തന്നെയാണ് നമുക്ക് ഈ നോൺ ഇനേർഷ്യൽ ഫ്രെയിമിലും കിട്ടുന്നത്. അതായത് ഇനേർഷ്യൽ ഫ്രെയിമിൽ നമ്മൾ കണ്ടു തീറ്റയുടെ വാല്യൂ ടാൻ ഇൻവേഴ്സ് എ ബൈ ജി, ടെൻഷന്റെ വാല്യൂ എം ഇൻറ്റു ജി റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അതേപോലെ തന്നെയാണ് നമ്മൾ നോൺ ഇനേർഷ്യൽ ഫ്രെയിം, അതായത് കാറിനകത്ത് നിന്നും ഇത് നിരീക്ഷിക്കുന്ന സമയത്തും സെയിം റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. നമ്മളിത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഈ നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൽ തന്നെയുള്ള മറ്റൊരു പ്രോബ്ലമാണ് നോക്കാൻ പോകുന്നത്. സിലിണ്ടർ ഓൺ ആൻ ആക്സിലറേറ്റിംഗ് പ്ലാങ്ക്. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. എ സിലിണ്ടർ ഓഫ് മാസ് m and radius r rolls without slipping on a plank that is accelerated at rate a. Find the acceleration of the cylinder. അപ്പോൾ ഇവിടെ ഒരു സിലിണ്ടർ ഉണ്ട്, അതിൻ്റെ റേഡിയസ് r ആണ്, മാസ് ക്യാപിറ്റൽ M. അത് മറ്റൊരു പ്രതലത്തിൽ റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇതാണ് പ്ലാങ്കിന്റെ മുകളിലായിട്ട് ഇതാ, ദിസ് ഇസ് ദ പ്ലാങ്ക്. ഓക്കെ, ഇനി ഈ പ്ലാങ്ക് എന്ന് പറയുന്നത് എ ആക്സലറേഷന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പ്ലാങ്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതിന്റെ മുകളിലാണ് ആര് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, സിലിണ്ടർ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചത് ഈ ആക്സലറേഷൻ എ ആണ് ചോദിച്ചത് കാണാൻ. അതായത് ഈ എ എന്ന് പറയുന്നത് നമ്മളൊരു ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഈ സിലിണ്ടർ എത്ര ആക്സലറേഷനിലാണ് മൂവ് ചെയ്യുന്നതാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു സെറ്റപ്പ് എന്താണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫിക്സിംഗ് എ ഫ്രെയിം ഓൺ ദ പ്ലാങ്ക് മൂവിംഗ് വിത്ത് എ യൂണിഫോം ആക്സലറേഷൻ എ. ലെറ്റ് സ്മോൾ എ ബി ദ ആക്സലറേഷൻ ഓഫ് ദ സിലിണ്ടർ വിത്ത് റെസ്പെക്ട് ടു ആൻ ഇനേർഷ്യൽ ഫ്രെയിം. സ്മോൾ എ എന്ന് പറയുന്നത് ഇനേർഷ്യൽ ഫ്രെയിം നോക്കുമ്പോഴുള്ള ആക്സലറേഷൻ ആണ് സിലിണ്ടറിന്റെ. എ ഡാഷ് ബി ദ ആക്സലറേഷൻ ഓഫ് ദ സിലിണ്ടർ വിത്ത് റെസ്പെക്ട് ടു ദ നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഫിക്സ്ഡ് ടു ദ പ്ലാങ്ക്. അതായത് ആ പ്ലാങ്കിന്റെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാങ്കിന്റെ മുകളിൽ നോക്കുന്ന സമയത്ത് ആ സിലിണ്ടറിനുള്ള ആക്സലറേഷൻ ആണ് എ ഡാഷ്. എ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഇനേർഷ്യൽ ഫ്രെയിം നോക്കുകയാണ്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ സിലിണ്ടർ വിത്ത് റെസ്പെക്ട് ടു ദ ഫ്രെയിം ഫിക്സ്ഡ് ടു ദ ആക്സലറേറ്റിംഗ് പ്ലാങ്ക്. അതായത് ഈ പ്ലാങ്കിന്റെ മുകളിൽ നോക്കുന്ന സമയത്ത് ഏതൊക്കെ ഫോഴ്സ് ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത് അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒന്ന് ഫ്രിക്ഷൻ ഫോഴ്സ് എഫ്, മറ്റൊന്ന് ഫിക്റ്റീഷ്യസ് ഫോഴ്സ്, നോൺ ഇനീഷ്യൽ ഫ്രെയിം ആണ്, അപ്പോൾ അവിടെ ആക്ട് ചെയ്യുന്നത് അവിടെ എന്തായാലും ഉണ്ടാവും, ഫിക്റ്റീഷ്യസ് ഫോഴ്സ് നിർബന്ധമായിട്ടും ഉണ്ടാവും. ഇനി മൂന്നാമത്തെ ആരാണ്, ഫോഴ്സ് ആക്ടിങ് എം എ ഡാഷ് ആക്ടിങ് ഫോർവേഡ്. അപ്പോൾ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം എ ഡാഷ് എന്ന് പറയുന്നത് ഈ പ്ലാങ്കിന്റെ മുകളിൽ നോക്കുന്ന സമയത്തുള്ള ആക്സലറേഷൻ ആണ് സിലിണ്ടറിന്റെ. ഇനി ഇത് റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ആംഗുലാർ ആക്സലറേഷൻ ആണ് ഈ പറയുന്ന ആൽഫ ഡാഷ് എന്ന് പറയുന്നത്. ആൽഫ ഡാഷ് എന്ന് പറയുന്നത് ആംഗുലാർ ആക്സലറേഷൻ. ഓക്കെ, ഇനി ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നു, ഫ്രിക്ഷണൽ ഫോഴ്സ് ഇതാ ഇങ്ങോട്ടുണ്ട്. രണ്ട് പ്രതലങ്ങൾ തമ്മിൽ തട്ടിപ്പോകുന്ന സമയത്ത് അവിടെ എന്ത് ആക്ട് ചെയ്യും, നിർബന്ധം അവിടെ ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ടാവും. ആ ഫ്രിക്ഷൻ ആണ് ഈ എഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ഇങ്ങോട്ടുണ്ട്, സിലിണ്ടറിന്റെ റേഡിയസ് ആർ. ഓക്കെ, ഇത്രയും ക്ലിയർ. ഇനി നമ്മൾ നോക്കുകയാണ് ഇതിന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതാൻ പോവുകയാണ്. ഈ ആക്സലറേറ്റിംഗ് ഫ്രെയിം നോക്കുന്നുള്ള ഇക്വേഷൻ ഓഫ് മോഷൻ. The equation of motion fixed to the accelerating plank നമ്മൾ ഈ ആക്സലറേറ്റിംഗ് ഫ്രെയിം നോക്കുന്ന സമയത്തുള്ള ഇക്വേഷൻ ഓഫ് മോഷൻ ആണ് എഴുതാൻ പോകുന്നത്. The equation of motion fixed to the accelerating plank is F minus F fictitious is equal to M A dash. Okay. അതെങ്ങനെ എഴുതിയെടുത്തത്, ഇവിടെ നിന്നാണ് നമ്മൾ എഴുതിയെടുത്തത്. അതായത് ഫ്രിക്ഷൻ ഫോഴ്സ് മുന്നോട്ടാണ്, ഈ എ ഡാഷ് എന്ന ആക്സലറേഷൻ മുന്നോട്ടാണ്, അപ്പോൾ ഇതിന് രണ്ടും കൂടി ഈക്വലന്റ് ആയിരിക്കും എഫ് ഫിക്റ്റീഷ്യസ് ഫോഴ്സ് പിറകോട്ടുള്ള. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ എഴുതിയെടുത്തത്. ഓക്കെ, ഇനി അപ്പോൾ ഈ റൊട്ടേഷൻ മോഷൻ ഇവിടെ നടക്കുന്ന അവിടെ നിർബന്ധമായിട്ട് ആരുണ്ടാവും, അവിടെ ടോർക്ക് ആക്ട് ചെയ്യും. ടോർക്ക് രണ്ട് ഫോഴ്സുകൾക്കിടയിൽ ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വന്നു അല്ലേ. അപ്പോൾ ടോർക്കിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, ടോർക്ക് ഈസ് ഈക്വൽ ടു വൺ ഓഫ് ദ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആരാണ്, ആർ ആണ്, ക്യാപിറ്റൽ ആർ ആണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ടോർക്ക് എഴുതാൻ പോവാണ്. ടോർക്ക് എക്സ്പീരിയൻസ്ഡ് ബൈ ദ സിലിണ്ടർ എങ്ങനെ എഴുതാം, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആരാണ്, ക്യാപിറ്റൽ ആർ ആണ്. വൺ ഓഫ് ദ ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഐ ആൽഫ ഡാഷ്. ഓക്കെ,
ഈ ഇക്വേഷൻ 1 എന്ന് വിളിച്ചു, ഈ ഇക്വേഷൻ 2 എന്ന് വിളിച്ചു. ഇനി ശ്രദ്ധിക്കാം, ഈ സിലിണ്ടർ ഇവിടെ റോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ നിരങ്ങുന്നില്ല, സ്ലിപ്പ് ചെയ്യുന്നില്ല. അങ്ങനെ സ്ലിപ്പ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആക്സിലറേഷൻ നമുക്ക് എഴുതാൻ പറ്റും. സിൻസ് സിലിണ്ടർ റോൾസ് on the plank without slipping, നമുക്ക് എഴുതാൻ പറ്റും ആൽഫ ഡാഷ് ആർ ഈസ് ഈക്വൽ ടു എ ഡാഷ്. അതായത് നമുക്കറിയാം ലീനിയർ വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ എന്ന് നമ്മൾ എഴുതും. അതേപോലെ എ ഡാഷ് എന്ന് പറഞ്ഞാൽ ലീനിയർ ആക്സലറേഷൻ ആണ്, മുന്നോട്ട് പോകുന്ന ആക്സലറേഷൻ ആണ്. ആ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ആംഗുലാർ ആക്സലറേഷൻ ഇൻറ്റു ദ ഡിസ്റ്റൻസ് ആർ. ഓക്കെ, ഇനി നമുക്ക് ഈ ആൽഫ ഡാഷിന് ഇവിടുന്ന് ഒരു ഇക്വേഷൻ ഉണ്ടായിക്കൂടെ? ആൽഫ ഡാഷ് ഈസ് ഈക്വൽ ടു എ ഡാഷ് ബൈ ആർ എന്ന് കൊടുക്കാം, ഇക്വേഷൻ 3. ഇനി ഞാൻ ഇക്വേഷൻ 3യെ ഇക്വേഷൻ 2ൽ കൊടുക്കാൻ പോവാണ്. Put equation 3 in 1. RF is equal to ഇങ്ങനെ വരും, RF is equal to മൈനസ് ഐ, ഇവിടെ ആൽഫ ഡാഷിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? എ ഡാഷ് ബൈ ആർ എന്ന് കൊടുക്കാം. എ ഡാഷ് ബൈ ആർ. ഓക്കെ, ഇനി ഫോഴ്സ്, ഫ്രിക്ഷൻ ഫോഴ്സ് നമുക്ക് ഇങ്ങനെ എഴുതാം, എഫ് ഇസ് ഈക്വൽ ടു ഈ ആറിന് താഴോട്ട് കൊണ്ടുപോയി, അപ്പോൾ ഐ ഇൻറ്റു എ ഡാഷ് ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ഓക്കെ, ഇതാണ് ഇപ്പൊ നമുക്ക് ഫോഴ്സിന്റെ ഒരു ഇക്വേഷൻ കിട്ടി, 4ാമത്തെ ഇക്വേഷൻ. ഇനി ഈ 4ാമത്തെ ഇക്വേഷനെ നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ ഓഫ് മോഷനിൽ കൊടുക്കാൻ പോവാണ്. നമുക്കറിയാം എഫ് മൈനസ് എഫ് ഫിക്റ്റീഷ്യസ് is equal to m a dash. സോ എഫിന്റെ വാല്യൂ ആണ് ഇപ്പൊ കിട്ടിയത് അല്ലേ, ഈ എഫ് ആണ് ഈ വാല്യൂ നമ്മൾ ഇവിടെ കൊടുക്കാൻ പോവാണ്. അപ്പോൾ മൈനസ് ഐ എ ഡാഷ് ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എഫ് ഫിക്റ്റീഷ്യസ് is equal to m a dash. ഓക്കെ, ഇനി ഞാൻ എഫ് ഫിക്റ്റീഷ്യസിനെ അവിടെ തന്നെ നിർത്തും. എഫ് ഫിക്റ്റീഷ്യസ് ഇസ് ഈക്വൽ ടു എം എ ഡാഷ് ഇവിടെ ഉണ്ട്, നമ്മൾ ഫ്രിക്ഷൻ ഫോഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പ്ലസ് ഐ എ ഡാഷ് ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഇതിന്ന് എ ഡാഷിനെ പുറത്തെടുക്കാം. എ ഡാഷിനെ പുറത്തെടുത്താൽ എങ്ങനെയാണ്? എ ഡാഷ് ഇൻറ്റു എം പ്ലസ് ഐ ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി വീണ്ടും എഴുതിയാൽ മൈനസ് എഫ് ഫിക്റ്റീഷ്യസ് ഈക്വൽ ടു എ ഡാഷ് ഇൻറ്റു എം പ്ലസ് ഐ ബൈ ആർ സ്ക്വയർ. ഇനി എ ഡാഷിന് മാത്രമായിട്ട് ഇക്വേഷൻ ഇതെന്താവും? എ ഡാഷ് ഇസ് ഈക്വൽ ടു ഈ ടൈമിനെ ഈ സൈഡിലേക്ക് കൊണ്ടുവരും. എ ഡാഷ് ഇസ് ഈക്വൽ ടു ഇവിടെ മൈനസ് എഫ് ഫിക്റ്റീഷ്യസ് ഡിവൈഡഡ് ബൈ എം പ്ലസ് ഐ ബൈ ആർ സ്ക്വയർ. ഓക്കെ, ഇനി എന്താണ് ഫിക്റ്റീഷ്യസ് ഫോഴ്സ്? ഇവിടെ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് നമുക്ക് ചിത്രത്തിലേക്ക് കിടക്കാം. ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഇങ്ങോട്ടാണ് അല്ലേ? ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ആര് കാരണം ഉണ്ടാവുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആക്സലറേഷൻ ഓഫ് നോൺ ഇനേർഷ്യൽ ഫ്രെയിം. നോൺ ഇനേർഷ്യൽ ഫ്രെയിമിന്റെ ആക്സലറേഷൻ കാരണം ആരുണ്ടാവുന്നത്? ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് നോൺ ഇനേർഷ്യൽ ഫ്രെയിമിന്റെ ആക്സലറേഷൻ എന്താണ്? ക്യാപിറ്റൽ എ ആണ് അല്ലേ? അപ്പോൾ അത് കാരണമാണ് ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ ഫിക്റ്റീഷ്യസ് ഫോഴ്സിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എഫ് ഫിക്റ്റീഷ്യസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ. ഇത് പ്ലാങ്കിന്റെ ആക്സലറേഷൻ കാരണം അല്ലേ?
സോ ദെൻ എ ഡാഷിന് വീണ്ടും നമുക്ക് എഴുതാം ഫിറ്റിയസ്റ്റിന് പകരം എം എന്ന് കൊടുക്കാം. എം എ ഡിവൈഡഡ് ബൈ എം പ്ലസ് ഐ ബൈ ആർ സ്ക്വയർ. ഇനി എമ്മിനെ പുറത്തെടുത്തൂടെ? ഓക്കെ, അതിനു മുമ്പ് നമുക്ക് എന്താണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ എന്ന് പറഞ്ഞാൽ? ഐ ഈസ് ഈക്വൽ ടു, ഇവിടെ സിലിണ്ടർ ആണ്, സിലിണ്ടറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്കറിയാം എം ആർ സ്ക്വയർ ബൈ 2. അപ്പോൾ ഈ ഐന്റെ വാല്യൂവിനെ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ആദ്യം. സോ എ ഡാഷ് ഇസ് ഈക്വൽ ടു മൈനസ് എം എ ഡിവൈഡ് ബൈ എം പ്ലസ് ഐന്റെ വാല്യൂ നമുക്കറിയാം എം ആർ സ്ക്വയർ ബൈ 2. എം ആർ സ്ക്വയർ ബൈ ആറ് മാത്രമാണ്, ഐ മാത്രമാണ്. ബാക്കി ചുവടെ ആരുണ്ട്? താഴെ ആർ സ്ക്വയർ ഉണ്ട്. ആർ സ്ക്വയറും കൂടി എഴുതണം. എം ആർ സ്ക്വയർ ബൈ 2 ആർ സ്ക്വയർ വരും അല്ലേ? അപ്പൊ എന്താണ്? ആര് ക്യാൻസൽ ആവും? ആർ സ്ക്വയർ ക്യാൻസൽ ആവും. ആർ സ്ക്വയർ ക്യാൻസൽ ചെയ്താൽ എഴുതാം മൈനസ് എം എ ഡിവൈഡഡ് ബൈ എം പ്ലസ് എം ബൈ m by 2. നമ്മൾ എടുത്തിരിക്കുന്ന മാസ് സ്മോൾ എം ആണ്. എം ആർ സ്ക്വയർ ബൈ 2 ആർ സ്ക്വയർ. ഓക്കെ, മൈനസ് എം എ ഡിവൈഡഡ് ബൈ എം പ്ലസ് എം ബൈ 2. സോ ഞാൻ വീണ്ടും എമ്മിനെ പുറത്തെടുക്കുന്നു. എം എ ഇക്വൽ ടു എം പ്ലസ് എം ബൈ 2. പുറത്തെടുക്കേണ്ട എം പ്ലസ് എം ബൈ 2 എന്താണ്? 3/2 എം. ഓക്കെ, എം ക്യാൻസലായി. എങ്ങനെയാ? എ ഡാഷിന് എന്താണ് എനിക്ക് കിട്ടിയത്? എ ഡാഷ് ഇസ് ഈക്വൽ ടു മൈനസ് 2/3 എ എന്ന് കിട്ടി. എ ഡാഷ് ഇസ് ഈക്വൽ ടു 2/3 എ. എ ഡാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോൺ ഇനേഷ്യൽ ഫ്രെയിം നോക്കുന്നു, പ്ലാങ്കിന്റെ മുകളിൽ നോക്കുമ്പോൾ കാണുന്ന ആക്സലറേഷൻ ആണ് എന്ത്? എ ഡാഷ് എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് ചോദ്യത്തിൽ ചോദിച്ചത്? എന്താണ്? ഇനേർഷ്യൽ ഫ്രെയിം നോക്കുന്ന സമയത്തുള്ള ആക്സലറേഷൻ ആണ്. സിലിണ്ടർ നമ്മളൊരു സ്റ്റാറ്റിക് ആയിട്ടുള്ള സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു ഫ്രെയിം കൂടെ നോക്കുകയാണ്. അപ്പോൾ കാണുന്ന ആക്സലറേഷൻ എത്രയാണ്? സിലിണ്ടർ എങ്ങനെ മൂവ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ കണ്ട് ആ പ്ലാങ്കിന്റെ മുകളിൽ നിൽക്കുന്ന സമയത്ത് ആ സിലിണ്ടർ ഉണ്ടാവുന്ന ആക്സലറേഷൻ ആണ് എ ഡാഷ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എ കാണുന്നത്? എങ്ങനെയാണ്? ദി ആക്സലറേഷൻ of cylinder in inertial frame. അതാണ് നമ്മുടെ ചോദ്യം. ഇനേർഷ്യൽ ഫ്രെയിമിലുള്ള ആക്സലറേഷൻ A is equal to A plus A dash. Okay, so A is equal to A plus A dash ന്റെ വാല്യൂ കൊടുക്കാം മൈനസ് 2/3 A. So A is equal to A minus 2/3 A. എത്രയാണ്? A is equal to 1/3 A എന്ന് നമുക്ക് ആൻസർ കിട്ടും. So this is the acceleration of the cylinder with respect to the inertial frame. ഇതാണ് നമ്മളോട് ചോദിച്ചത്. ഒരു ഇനേർഷ്യൽ ഫ്രെയിം എന്ന് നോക്കുന്ന സമയത്ത് ഈ സിലിണ്ടർ മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന്റെ ആക്സലറേഷൻ എത്രയാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്നും നമ്മൾ നോക്കുന്ന സമയത്തുള്ള ആക്സലറേഷന്റെ 1/3, നോൺ ഇനേർഷ്യൽ ഫ്രെയിമിന്റെ ആക്സലറേഷൻ ആണ് എ. ആ എയുടെ 1/3 ആയിരിക്കും നമ്മൾ പുറത്ത് നിന്ന് ഒരു ഇനേർഷ്യൽ ഫ്രെയിമിലൂടെ നോക്കുന്ന നേരത്ത് കാണുന്നത്. സോ എ ഇസ് ഈക്വൽ ടു 1/3 ക്യാപിറ്റൽ എ. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു.